കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത് തികച്ചും വേറിട്ട രീതിയിലാണ്. അതും മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ, മമ്മൂക്ക സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ, മമ്മൂക്ക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന കുഞ്ഞുങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നു. പതിവ് രീതികളിൽ നിന്ന് വേറിട്ട്, പതിവ് ചിന്തകളിൽ നിന്ന് വേറിട്ട്, സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങൾ കൊടുത്ത് ഭൂതകാലത്തിൻ്റെ സ്മരണകളിലേക്ക് ഞങ്ങൾ തെളിവാർന്നൊരനുഭവമായി നിങ്ങളുടെ മുന്നിൽ ഈ ഓണാഘോഷം തികച്ചും വേറിട്ട് സമർപ്പിക്കട്ടെ. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് അറിയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ പരിപാടി കാണുന്ന പ്രേക്ഷകർ ജൂലൈ മാസം 1-ാം തീയതി പത്രവാർത്തകളിലൂടെയാണ് അറിഞ്ഞത് കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ തുടക്കം. പക്ഷെ അതറിയുന്നതിന് മുൻപ് ഞങ്ങൾക്കുള്ള സ്വകാര്യമായൊരു ആഗ്രഹം, അങ്ങയുടെ പബ്ലിക് ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്കൊക്കെ അറിയാം. അങ്ങയുടെ വെബ്സൈറ്റിലൂടെ, ബ്ലോഗിലൂടെ, അങ്ങ് ആരംഭിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റത്തിലൂടെ ഞങ്ങളതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നടന്മാരുടെ ചരിത്രത്തിൽ ഇത്രയധികം സാങ്കേതിക വിദ്യയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ അങ്ങയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചോ ഇത്തരത്തിലുള്ളൊരു സ്നേഹം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതിനെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വാർത്ത പുറം ലോകം അറിയുന്നത്. എന്തായിരുന്നു സാർ ഇതിൻ്റെ പ്രേരണ? അത് എനിക്ക് മാത്രം തോന്നുന്നൊരു കാര്യമല്ല. സഹജീവികളോടുള്ള സ്നേഹവും സഹജീവികൾ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയൊരു ബോധവും സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ സംസ്കാരമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ അസ്തിത്വം അംഗീകരിക്കലാണ്. എനിക്ക് ചുറ്റും ഒരുപാട് പേർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നെപ്പോലെ ഈ ഭൂമിയിലെ എല്ലാ അവകാശങ്ങളോടും കൂടി എന്ന് മനസ്സിലാക്കലാണ് ഒരു സംസ്കൃതനായ മനുഷ്യൻ്റെ ലക്ഷണം. സഹജീവികളോടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരോടുള്ള അനുതാപം, അനുകമ്പ എല്ലാ മനുഷ്യർക്കുള്ളതാണ്. എനിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നില്ല, എല്ലാവർക്കും ഉള്ളതാണ്. നമുക്ക് ദേഷ്യം വരുന്നത് പോലെയോ അസൂയ വരുന്നത് പോലെയോ സ്നേഹമുണ്ടാകുന്നത് പോലെയോ സങ്കടമുണ്ടാകുന്നത് പോലെയോ ഒക്കെ തോന്നുന്നൊരു വികാരം തന്നെയാണത്. അത് നമ്മളെല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഐക്കൺ എന്ന് മമ്മൂട്ടിയെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് ഏതൊക്കെ തരത്തിൽ നന്മയുടെ ഭാഗത്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കുന്ന ആളാണ് ഞാൻ. നന്മയ്ക്ക് വേണ്ടി നന്മയുടെ ഭാഗത്ത് എന്നെ ഉപയോഗിക്കാൻ, എൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ, എൻ്റെ പോപ്പുലാരിറ്റി ഉപയോഗിക്കാൻ, എൻ്റെ സെലിബസി ഉപയോഗിക്കാൻ, എൻ്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ, എൻ്റെ എൻഡോഴ്സ്മെൻ്റ് ഉപയോഗിക്കാനൊക്കെ ഞാൻ എല്ലാവരെയും അനുവദിച്ചിട്ടുണ്ട്. എനിക്കിവിടെ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ, എനിക്കിവിടെ ബോധ്യപ്പെടണം. ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഞാൻ ആദ്യം ഒരുപാട് കാലം മുമ്പേ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. എനിക്ക് തോന്നുന്നു കാഴ്ചയായാലും പാലിയേറ്റീവ് കെയറിൻ്റെ ആണെങ്കിലും അങ്ങയുടെ സംഘാടക നേതൃത്വത്തിലായിരുന്നില്ല തുടക്കത്തിൽ. അതല്ല, ഞാനതിൻ്റെ സംഘാടകനേ അല്ല. ഇപ്പോഴും എന്നെക്കാൾ ഒരുപാട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു സാന്നിധ്യം മാത്രമാണ്. എന്നെക്കാൾ വളരെ മനസ്സറിഞ്ഞ് സമയമുണ്ടാക്കി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ പരിശ്രമമാണ്. ഞാൻ അതിനകത്തൊന്നും അവകാശപ്പെടാൻ അർഹനല്ല. എന്നാൽ ഇത് കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്നത് ഇതിനകത്തും ഞാനൊന്നും അവകാശപ്പെടുന്നില്ല. ഇതിലും ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ വീണ്ടും അങ്ങയുടെ സ്വപ്നമാണെന്ന് കേട്ടു. അങ്ങനെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും മനുഷ്യന്, എൻ്റെ സ്വപ്നം ഇതല്ല. എൻ്റെ സ്വപ്നം മനുഷ്യർക്ക് രോഗം ഉണ്ടാകാതിരിക്കില്ല. ഒരുപാട് ആളുകൾക്ക് സഹായിക്കണമെന്നുണ്ട്, ആവശ്യക്കാരെ സഹായിക്കണമെന്ന് ഒരുപാട് ആളുകൾക്ക് മനസ്സിലുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് കൊണ്ടുപോയി സഹായിക്കാൻ പറ്റില്ല. അവരുടെ ജോലി തിരക്ക് മൂലമോ ഇതാരെ ഏൽപ്പിക്കണം, ഒരാളെ വിശ്വസിക്കാൻ ഏൽപ്പിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഒരു വഴിയൊരുക്കുന്നു. ഞങ്ങൾ വെറും ഒരു മാധ്യമം മാത്രമാണ്. നിങ്ങൾക്കും ഈ ആവശ്യക്കാരനും കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തമ്മിലുള്ള ഒരു മാധ്യമം, ഒരു ഇടനിലക്കാർ പോലുമല്ല. ഞങ്ങൾ നിങ്ങളെ അറിയിക്കാം, ഇതാണ് ആൾക്കാർ, നിങ്ങളവരെ സഹായിച്ചു. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഈ പ്രത്യേകിച്ച് കെയർ ആൻഡ് ഷെയറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരല്ല. ശ്രീ മമ്മൂട്ടിയുടെ സ്വപ്നമായി തുടങ്ങുകയും മറ്റുള്ളവരത് സഫലീകരിക്കുകയും ചെയ്ത ഈ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആദ്യത്തെ പ്രോജക്റ്റായിരുന്നു ഹൃദയസ്പർശം എന്ന ഈ പ്രോജക്റ്റിൽ ശസ്ത്രക്രിയയിലൂടെ തിരിച്ച് പിഴച്ചുപോയി എന്ന് കരുതിയ ജീവിതത്തിൻ്റെ താളങ്ങൾ തിരികെ പിടിച്ച് ജീവിതത്തിലേക്ക് നടന്നു വന്ന കുഞ്ഞുങ്ങളാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഈ ഓണാഘോഷത്തിൽ ഇവരോടൊപ്പം പങ്കെടുക്കാനാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടി എല്ലാ താര പരിവേഷങ്ങളുമില്ലാതെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഈ സമയം നമ്മളോടൊപ്പം ഉള്ളത്. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വിട്ടുപോയി. 100 പേർക്ക്
നിംസ് ഹോസ്പിറ്റലുമായി ചേർന്നിട്ട് 100 പേർക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത്. അതിൽ 35 പേരെ മറ്റായി. അതിലൊരാളാണ് ഈ കുട്ടി. അതിലാദ്യത്തെ കുട്ടി ഇവനാണ്. അപ്പോൾ ഇതിനകത്ത് അവർ 2 ട്വിൻസാണ്. രണ്ടാമത്തെ ആള് നമ്മുടെ ഈ കരൺ ഷെയറിലാണ്, അണ്ണൻ തമ്പിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ വിട്ടുപോയവർ ഒന്നുകൂടെ ഉണ്ട്. ഹാർട്ട് ടു ഹാർട്ട്, ഹൃദയപൂർവ്വം. അത് മേജറായിട്ടുള്ള, അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല, കുറച്ചുകൂടെ സങ്കീർണമായ ഹൃദയ രോഗങ്ങളുള്ള മുതിർന്ന ആളുകൾക്കും BPL താഴെയുള്ള വരുമാനമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ 35 ആയി നമ്മൾ 100 ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും. അങ്ങനെ 100 കുറഞ്ഞു വരട്ടെ, ഹൃദയമൊക്കെ നന്നായി വരട്ടെ ആൾക്കാർക്ക് നമുക്ക് ആഗ്രഹിക്കും. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ ആദ്യമായിട്ടായിരിക്കും അങ്ങ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണും. പ്രത്യേകിച്ച് മോക്ക് എന്തോ സാറിനോട് പറയണമെന്നുണ്ടായിരുന്നു അങ്ങയോട്. മോളെ എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ, പറഞ്ഞു. താങ്ക് യു സാർ. എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്? എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്. ഒരുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ ഒരുപാട് പേരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. അവരോടൊക്കെ ധൈര്യമായിട്ട് സഹായിക്കാൻ പറയും. ഞങ്ങളത് കൃത്യമായി നടത്തുന്നുണ്ടെന്നും പറയും. എന്നോട് നന്ദി പറയണ്ട, ഞാനത് അത്ര വലിയ സേവനം ചെയ്തിട്ടില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭയപ്പെടേണ്ട, നിന്നോട് ഞാൻ കൂടെയുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ആപ്തവാക്യങ്ങളിലൊന്ന്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ നടത്തിപ്പുകാരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാളാണ് ഫാദർ തോമസ് കുര്യൻ. കാഴ്ച 2007 മുതൽ റോബർട്ട് എന്ന് പറയുന്ന നമ്മുടെ ഫാൻസിൻ്റെ പ്രസിഡന്റ്, ഇവരെ കൂടെയാണ് അച്ഛനുമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. അച്ഛൻ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പല കാര്യങ്ങൾ ആലോചിച്ചു. ഞങ്ങൾ എങ്ങനെ തുടങ്ങണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് തുടങ്ങണോ, അതല്ലാത്ത കാര്യങ്ങൾ തുടങ്ങണോ, ട്രസ്റ്റ് വേണമോ, ക്ലബ് സൊസൈറ്റി വേണമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അതൊരു തീരുമാനമായതാണ്. ഇത്രയും ആളുകൾ, പല ആളുകളും നമ്മുടെ ഇവിടെ പല ആൾക്കാരും നേരത്തെ ട്രസ്റ്റിനകത്ത് ആദ്യം ആരംഭകാലത്ത് ആലോചിക്കാനുണ്ടായിരുന്നു. അവർക്ക് പല പല താല്പര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു താല്പര്യവും ഇവിടെ ചിലവാകില്ല. അതുകൊണ്ട് ഇതിനകത്ത് ആകപ്പാടെ ജനസേവനം മാത്രമേ ഒരു താല്പര്യമുള്ളൂ. വേറെ ആർക്കും ആളാകാൻ വേണ്ടി താല്പര്യം ഉണ്ടാകണ്ട. കാരണം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം അല്ലെങ്കിൽ തന്നെ ആളുകളാണ്. വളരെ ഒരു നിസ്വാർത്ഥത ഉണ്ടാകണം, ഒരു താല്പര്യം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം ആൾക്കാരാകുക. പക്ഷേ ഇതിൻ്റെ എക്കത്തിനും ഒരു അച്യുതണ്ടെന്ന് പറയുന്നത് അച്ഛനാണ്. ഫാദറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. വാസ്തവത്തിൽ എൻ്റെ ചിന്തയിൽ ഒരു നിയോഗം പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണുവാനായിട്ടിടയായത്. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന റോബർട്ട് ആണ് എന്നെ ഒരു ദിവസം മമ്മൂക്കായെ കാണണമെന്ന് നിർബന്ധം പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് എന്നെ ഏത് വിധത്തിലാണ് കാണുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വരാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ ഞാൻ ആദ്യം ഒത്തിരി പറഞ്ഞെങ്കിലും അദ്ദേഹം നിർബന്ധിച്ചുകൊണ്ട് എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. കുറച്ച് സമയം സംസാരിച്ചുള്ളൂ. സംസാരിച്ച് ആദ്യം 1-2 വാചകങ്ങൾ പറഞ്ഞു. 3-ാമത്തെ വാചകം അദ്ദേഹം പറയുന്നത്, നമുക്കൊക്കെ ഒരുമിച്ച് എന്തെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യരുതോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുള്ള ഒരു സാഹചര്യമാണത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതും. അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആളുകളാണ് ഇതിനകത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് വന്നത്. അവരെയൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനൊരു അസോസിയേഷൻ ഉണ്ടാകുമെന്ന്.